ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു വാർത്ത, നെയ്യാറ്റിൻകരയിലെ ചെങ്കൽ സ്കൂളിലെ ക്ലാസ് മുറിയിൽ ഒരു വിദ്യാർത്ഥിനിക്ക് പാമ്പ് കടിയേറ്റ വാർത്തയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കാണ് 7ാം ക്ലാസ്സുകാരിയെ പാമ്പ് കടിച്ചത്. സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിനിടെയാണ് കുട്ടിക്ക് പാമ്പ് കടിയേറ്റത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ് ഇപ്പോൾ നിൽക്കുന്നത് പാമ്പ് കടിയേറ്റ നെയ്യാറ്റിൻകര ചെങ്കൽ സ്കൂളിലാണ്. റോഷിപാൽ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരും. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. റോഷി, വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. TV പ്രസാദ്, സൂക്ഷിച്ചൊക്കെ നിന്നാൽ മതി. ആ പാമ്പിനെ തല്ലി കൊന്നിട്ടുള്ളൂ. ആ പാമ്പിൻ്റെ കുടുംബം അവിടെ കാണാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് നോക്കിയിട്ടൊക്കെ നിന്നാൽ മതി. സ്കൂളിൽ പാമ്പ് കടിയേറ്റൊരു കുഞ്ഞ് മരിച്ച വാർത്ത നമ്മൾ ഞെട്ടലോടുകൂടിയാണ് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സംപ്രേഷണം ചെയ്തത്. ഇന്നിപ്പോൾ ഇതാ പാമ്പ് കടിയേറ്റ മറ്റൊരു വാർത്ത എത്തുമ്പോഴും പേടിയുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിനിപ്പോൾ അത്ര പേടിക്കാനൊന്നുമില്ല എന്നറിയുന്നത് ആശ്വാസം. എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? TV പ്രസാദ് ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കൂ. അരുൺ, തുടക്കത്തിൽ തന്നെ പറയാം, സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്, വലിയ കാടാണ് ഇവിടെ എല്ലാം ഉള്ളത്. മാനേജർ നമുക്ക് ഗേറ്റ് തുറന്നു തന്നില്ല അരുൺ, ഇവിടെയാണുള്ളത്. എന്താ ഇവിടെ ഒന്ന് മൊത്തം കാടാണല്ലോ? മൊത്തം കാടാണ്. ഞാൻ ഇവിടെയല്ല പഠിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ പഠിച്ചിട്ടൊന്നുമില്ല, താമസിക്കുന്ന ഇവിടെ അടുത്താണ്. ഇവിടെ എന്താ ഇങ്ങനെ കാട്, എന്താ വെട്ടിത്തെളിക്കാത്ത? അത് ഇവിടെയല്ല, എല്ലാ സ്കൂളും ഉണ്ട്. ആരും ഒന്നും ഗവനിക്കുന്നില്ല. ഇത്രയാണ്. സർക്കാർ ശമ്പളം കൊടുക്കുന്നു, മലയാള സ്കൂളിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്നു, വാങ്ങുന്നു, അവർ പോകുന്നു, ഒന്നും ചെയ്യുന്നില്ല. അരുൺ, ഇവർ നാട്ടുകാർ ഇത് തന്നെയാണ് പറയുന്നത്. എന്താ ഇതെങ്ങനെ ഇങ്ങനെ കാട് കയറി കിടക്കുന്നത്? എന്താ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തക്കേട്? അവരല്ലേ ഈ സ്കൂള് കുട്ടികൾ പഠിക്കുന്നു. നിങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലാന്നാണോ? ഈ കയറി പോകുന്ന ഈ റോഡ് തന്നെ ഒന്ന് വൃത്തിയാക്കാതെ ഈ പിന്നെ ഓട പിടിച്ച് കിടക്കല്ലാണ്. അത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം. അവർ ചെയ്യേണ്ടല്ലേ യാത്രാ സൗകര്യം? പിള്ളേർ നടന്നു പോകുന്ന സ്കൂൾ പോയി എവിടെ? അരുൺ, നമുക്കിതാ ഇവിടെ നിന്ന് തന്നെ കാണാം. നമുക്കിതൊന്ന് കാണിച്ചു കൊടുക്കുകയും വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുകയും ചെയ്തത്. ഇതിപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്. 5ഉം 6ഉം 7ഉം ക്ലാസ്സുകളാണ്, കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇതാണ് പിറകിലുള്ള സ്കൂള്. ഈ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഇതുപോലെ കാടുകളുണ്ട്. ഉറപ്പായും പാമ്പുകൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 51 കുട്ടികളാണ് 3 ക്ലാസ്സുകളിലായി ഇവിടെ പഠിക്കുന്നത്. തൊട്ടടുത്താണ് മാനേജർ താമസിക്കുന്നത്. മാനേജർ അല്ലല്ല, ഇത് സ്കൂളിൻ്റെ കോമ്പൗണ്ടാണ്. ഈ മതിലിനകത്താണ് അരുൺ നമ്മളിപ്പോൾ ഉള്ളത്. ഇതാണ് സ്കൂളിൻ്റെ കോമ്പൗണ്ട്. നല്ലോണം കാടുണ്ട്. പിറകിൽ നിൽക്കുന്ന സ്കൂൾ വിഷ്ണു, നമുക്ക് കാണിച്ച് ഇങ്ങോട്ടേക്ക് പോവാം. ഇത് സർക്കാർ ഫണ്ടിൽ പ്രവർത്തിക്കുന്നതാണ്. രാവിലെ മാനേജറുമായി സംസാരിച്ചു. നിങ്ങൾ അകത്ത് കാണേണ്ട എന്നാണ് മാനേജർ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു വഴിയിലൂടെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോയതും. ബാക്കി എല്ലാ മാധ്യമങ്ങളും പുറത്ത് കാത്തു നിൽക്കുന്നുമുണ്ട്. അരുൺ, ആരെയും അകത്ത് പേർ കടത്തി വിടുന്നില്ല. നമ്മളൊരു മറ്റൊരു വഴി കണ്ടുപിടിച്ച് ഇതിൻ്റെ അകത്തേക്ക് വന്നതാണ്. ഇതൊന്ന് നോക്കണം. ഇതാണ് പാമ്പ് കടിയേറ്റ സ്കൂളിൻ്റെ അവസ്ഥ. ഇത് ഈ സ്കൂളിൻ്റെ ഇതാണ് ഈ കോമ്പൗണ്ട്. നിറയെ കാടുകളുണ്ട്. ഇതിലിപ്പോൾ ഏത് ക്ലാസ്സിൽ നിന്നാണ് കടിച്ചത് എന്ന് നമുക്ക് അറിയില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ളവരോട് ചോദിക്കാമെന്ന് കരുതുന്നു. ചുറ്റുപാടും കാടുകളാണ് അരുൺ. എങ്ങ് നോക്കിയാലും നല്ല കാടുണ്ട്. ഈ കോമ്പൗണ്ട് നിറയെ കാടാണ്. അടച്ചുപൂട്ടി അവിടെ പാമ്പ് വളർത്തൽ കേന്ദ്രം നടത്തിയ കുറച്ച് ലാഭകരമായിട്ട് കൊണ്ടുപോകാം മാനേജ്മെന്റിന്. ഉറപ്പായും അരുൺ, ഉറപ്പായി. ഇത്രയും ഫണ്ടും വാങ്ങി നമ്മുടെ അധ്യാപകർക്കും സർക്കാർ ശമ്പളം കൊടുത്തു. അരുൺ, ഭീകരമാണ് ഇവിടെ അവസ്ഥ. ഇത് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കണം. വരൂ വിഷ്ണു. ഈ ക്ലാസിൻ്റെ തൊട്ട് പിറകിലുള്ള അവസ്ഥ നോക്കൂ അരുൺ. ഇവിടെ നോക്കൂ. ഇത് പോയാൽ അടുത്ത പാമ്പ് കടി ഏൽക്കുന്ന ആളെ സൂക്ഷിച്ചു പോയാൽ മതി. മാറി നടക്കും. പ്രസാദ്, സൂക്ഷിച്ചു പോയാൽ മതി. മൂർഖം മുതൽ പെരുമ്പാമ്പ് അണലി വരെ കാണാൻ. അരുൺ, മൊത്തം കാടാണ് അരുൺ. നമ്മുടെ ഒരു സ്കൂളിലും ഒരുപക്ഷെ ഇങ്ങനെ ഒരു കെടുകാര്യസ്ഥത ഉണ്ടാവില്ല. അങ്ങനെ തന്നെ പറയുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴി കാണണം. അവിടെ പോലും ഒന്ന് വൃത്തിയാക്കിയില്ല എന്നുള്ളതാണ്. വിഷ്ണു, നമുക്കിത് ഇതുകൂടി കാണിച്ചു കൊടുക്കാം. വിഷ്ണു, കണ്ടോ, കുഞ്ഞുങ്ങൾ പോകുന്ന വഴിയാണ് അരുൺ. അതിൻ്റെ തൊട്ടടുത്തുള്ള അവസ്ഥ നോക്ക്. ഇതൊന്നും ചെടികളൊന്നുമല്ല, വലിയ ടോയ്ലറ്റ് എന്ന സങ്കല്പം. ഇപ്പുറത്തേക്ക് നോക്കിയാൽ ഇവിടെയും വലിയ കാടാണ്. ഈ കാട്ടിലാണ് ഈ സ്കൂളിങ്ങനെ പ്രവർത്തിക്കുന്നത്. ഉറപ്പായും ഇതിനൊരു പ്രതിവിധി ഉണ്ടാകണം. ഇതിനിപ്പോൾ എവിടെയും അരുൺ, കുറച്ചുകൂടി ഭീകരമായ വിഷ്വൽ നമ്മൾ കാണിച്ചു തരാം.
നോക്കൂ വിഷ്ണു, ഇതാണ് അവസ്ഥ. ഇതിൽ നിന്ന് ഏത് നിമിഷവും ഈ ഒരു കാടുകൂടി ഇത് കാണുന്നുണ്ടല്ലോ എല്ലാവരും. മനസ്സിലായി, കണ്ടു. ഈ ചില ഡാർക്ക് ഹൊറർ മൂവികളിലൊക്കെ വില്ലന്മാര് താമസിക്കുന്ന സ്ഥലവും ഈ തേങ്ങാപ്പറമ്പിൽ തേങ്ങ കൂട്ടിയിടുന്ന സ്ഥലവും ഒക്കെ ഇതിനേക്കാൾ കുറച്ചുകൂടി വൃത്തിയായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ ഒരു പ്രതിരോധം തീർത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വണ്ണമുള്ള പാമ്പുകൾക്ക് മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അതെ, ഇവിടെ ഒരു നെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കാട് വയ്ക്കില്ല, പക്ഷേ നെറ്റടിക്കും. ഇത് നോക്കൂ, എങ്ങനെയാണ് നമ്മളെ കുട്ടികൾ ധൈര്യത്തോടെ ഇവിടെ പഠിക്കുക എന്നുള്ളതാണ്. ഇതിൽ മാനേജ്മെൻറ്റിന് മാത്രമല്ല ഉത്തരവാദിത്തം, ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികളുടെയും രക്ഷിതാക്കൾക്കും ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരം സ്കൂളുകൾക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ക്ലാസ് മുറികളിൽ എവിടെയെങ്കിലും ഒന്നിൽ വെച്ചാകാം ആ കുഞ്ഞുമകൾക്ക് കടിയേറ്റത്. ഉറപ്പായും ഇതിൽ നടപടി വേണ്ടതുണ്ട് അരുൺ. ഇതിൻ്റെ മുൻവശം പോലും കുറ്റിക്കാടുകളുണ്ട്. ഈ ക്ലാസ് റൂമിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്നലെ പാമ്പ് കടി ഏറ്റതിന് ശേഷമായിരിക്കണം ഈ ഭാഗം വൃത്തിയാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലെ നടത്തിയതാണ്. ഇന്നലെ ചെയ്തതാണെന്ന കാര്യം ഉറപ്പാണ്. ഇത് ചെത്തി വൃത്തിയാക്കാനുള്ള ഒരു ശ്രമമുണ്ട്. പക്ഷെ എന്നിട്ടും കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ അവസ്ഥ TV പ്രസാദ് കാണിക്കുമ്പോൾ സംവിധാനമുണ്ടല്ലോ. സംവിധാനമുണ്ട്. മാത്രമല്ല ഇതൊരു എയ്ഡഡ് സ്കൂളാണ് അല്ലേ? എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളല്ലേ? അതെ, എയ്ഡഡ് സ്കൂളാണ്. ചെങ്കൽ UP സ്കൂൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ എല്ലാ ചെലവുകളും വഹിക്കുന്നത് സർക്കാരാണ്. ഇവിടുത്തെ അധ്യാപകർക്ക് പണം കൊടുക്കുന്നത് സർക്കാരാണ്. പക്ഷേ അധ്യാപകരെ നിയമിക്കുന്നത് മാനേജ്മെൻറ്റുമാണ്. അതുകൂടി നമ്മൾ പറയണമല്ലോ. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ സ്കൂൾ മാറിയത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ മാനേജർ നമുക്ക് ഗേറ്റ് തുറന്നു തരാതിരിക്കുന്നത്. ഇത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കാണണം, നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കാണണം. നമ്മുടെ പണം വാങ്ങി, സർക്കാർ പണം വാങ്ങി പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ള മാനേജറാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ക്രൂരത. അരുൺ, ഇതിനെ ആവർത്തിച്ചുകൂടാ. കേരളത്തിൽ മറ്റ് സ്കൂളുകളിലും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ ഉറപ്പായും ഇത് പരിഹരിക്കപ്പെടണം. ഈ ഇത്തരം സ്കൂളുകളിലൊക്കെ ഇടയ്ക്ക് പരിശോധന നടത്താൻ AEOമാരൊക്കെ വരുന്നതല്ലേ? അവർ വരുമ്പോൾ അവരുടെ കണ്ണിൽ പെടില്ലേ ഈ കാട് മൂടി കിടക്കുന്നത്? അതോ ഇനി AEO വരുന്ന സമയത്ത് ഇതെല്ലാം കാടൊക്കെ വൃത്തിയാക്കി അതിനുശേഷം പിന്നെ ഒരു വർഷത്തേക്ക് കാട് വളർത്തലായിരിക്കുമോ ഇവരുടെ ഉദ്ദേശം? ഇത് AEO വരുമ്പോഴൊന്നുമല്ല അരുൺ, അതിനേക്കാൾ എത്രയോ വർഷം മുമ്പുള്ള കാടാണ് ഇത് എന്നതാണ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇതധികം വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് ഈ പറയുന്ന കാട് വളർത്തൽ കേന്ദ്രം. ദൃശ്യങ്ങളാണ്. മറ്റൊരു വഴിയിലൂടെ അതിസാഹസികമായിട്ടാണ് നെയ്യാറ്റിൻകരയിലെ ചെങ്കൽ സ്കൂളിലെ ഈ ദൃശ്യങ്ങൾ പകർത്താൻ കയറിയത്. എന്തായാലും മാനേജർ ഗേറ്റ് പൂട്ടിയിട്ടു. ഇനി ഗേറ്റ് പൂട്ടിയിട്ട് നമ്മൾ അതിക്രമിച്ച് കടന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ നിൽക്കേണ്ട. ഇതൊരു പബ്ലിക് സ്കൂളാണ്, എയ്ഡഡ് സ്കൂളാണ്. നമ്മളവിടെ വേറെ ഒന്നും നശിപ്പിച്ചിട്ടില്ല, കാഴ്ചകൾ മാത്രമേ ഞങ്ങൾ പകർത്തിയിട്ടുള്ളൂ. TV പ്രസാദ് എന്തോ പറയാൻ വന്നു. ഇതാരുൺ, അതായത് ഈ സ്കൂളിൻ്റെ മുറ്റത്ത് നിന്നുള്ള കാഴ്ച, സ്കൂൾ കുഞ്ഞുങ്ങൾ കയറി വരുന്ന വഴിയാണ്. അതിൻ്റെ രണ്ട് വശത്തു നിന്നുള്ള കാഴ്ച വിഷ്ണു ഒന്ന് കാണിച്ചു കൊടുത്ത പ്രേക്ഷകർക്ക്. ഈ വലിയ പൊന്തക്കാടുകൾ പോലും വൃത്തിയാക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചായത്തിലെ തൊഴിലുറപ്പുകാരോട് പറഞ്ഞാൽ, വാർഡ് മെമ്പർമാരോട് പറഞ്ഞാൽ, തൊഴിലുറപ്പുകാർ അവരുടെ പിടിപ്പുകേടാണെന്ന് പറയാം, അല്ലെങ്കിൽ അതവരെ അനാസ്ഥയാണെന്ന് പറയാം. ഇവിടുത്തെ വാർഡ് മെമ്പർക്ക് ഒരു ബാധ്യതയില്ലേ ഈ സ്കൂളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ? ഇതിൽ ചുമതല നിർവഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അരുൺ. അവരുടെ അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ പ്രദേശത്തെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു എന്ന ഒരു ചിന്ത പോലും മറന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് ഇവരുടെ ഭാഗത്തു നിന്നുള്ളത് അരുൺ. അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് മാനേജർ നിങ്ങളിപ്പോൾ അകത്തേക്ക് പോകേണ്ട എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് ഇപ്പോൾ മനസ്സിലായി. പക്ഷെ എന്തായാലും പ്രേക്ഷകരെ നമുക്കിത് കാണിച്ചു കൊടുക്കാനുള്ള പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ എന്താണ് കീരിയുണ്ട്, എല്ലാ ഐറ്റവും ഈ സ്കൂളിന്റെ പരിസരത്തുണ്ട് എന്നുള്ളതാണ്. പ്രകൃതി ഭംഗിയൊക്കെ നല്ലതാ, പക്ഷേ പ്രകൃതി ഭംഗിയല്ല, പാമ്പ് കടിയേറ്റ് ആശുപത്രി പ്രവേശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. എന്താ പ്രസാദേ പറഞ്ഞു?
ആ താരതമ്യേന വിഷം കുറഞ്ഞ നമ്മളെ ചുരുട്ട എന്നറിയപ്പെടുന്ന ആ പാമ്പായത് കൊണ്ടാണ് ആ മകൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. ഡോക്ടർമാർ പറഞ്ഞ ഒരു അപകടവുമില്ല. പക്ഷെ അതിന് പകരം അതൊരു അണലിയായിരുന്നെങ്കിൽ, അതൊരു ശംഖുവരയനായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അരുൺ ഇന്നിപ്പോൾ കേരളത്തിലൊരു സാഹചര്യം? ഈ മാനേജർ പറയുന്ന പോലെ അതൊന്നും നിങ്ങൾ കാണിക്കണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് നിൽക്കാൻ. ഓക്കെ, ഓരോ ദൃശ്യങ്ങളും ആ രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. രക്ഷിതാക്കൾ ആലോചിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ പറമ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്തരം പറമ്പുകളെ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളാണ്, യു പി സ്കൂളിലെ കുട്ടികളാണ്. ആ കുഞ്ഞുങ്ങളൊക്കെ ഓടി എന്തെങ്കിലുമൊക്കെ കണ്ട് ഈ കാട്ടിൻ്റെ ഇടയിലൊക്കെ കയറി അതിനകത്ത് വല്ല പാമ്പും വിഷമുള്ള പാമ്പും ഒക്കെ ഇല്ല, എന്തായിരിക്കും അവസ്ഥ? ഇത് ക്ലാസ് മുറിയിൽ വന്ന് ക്രിസ്മസ് ആഘോഷത്തിനിടയിലാണ് ഈ കുഞ്ഞിനെ പാമ്പ് കടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പൈപ്പിലൊക്കെ വെള്ളം വരുന്നുണ്ടാവുമല്ലേ? വെള്ളം ഭാഗ്യത്തിന്. കുഞ്ഞുങ്ങൾ കൈ കഴുകാനുള്ള ടാപ്പ് ഇവിടെയാണ് അരുൺ. അതെ, ഇവിടേക്ക് വരുന്ന വഴികളും നമുക്ക് നോക്കാം. ഈ കുഞ്ഞുങ്ങൾ വരുന്ന വഴിയാണ് ഇതാ. ഇവിടെയും നിറയെ കാടും പുല്ലും ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു അരുൺ, ഇത് ഇന്നലത്തെ സംഭവത്തിന് ശേഷം വെട്ടിത്തെളിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. ഇവിടെയും നല്ല കാടുകളുണ്ട്. ഇത് ഇന്നലെ വെട്ടിത്തെളിച്ചതാവാനാണ് സാധ്യത. ഇതാ ഇവിടെ കണ്ടല്ലോ. സ്ഥലത്ത് നിന്ന് കണ്ടു ഇത്ര മാത്രം ഇത് നോക്കൂ അരുൺ, ഞാൻ പറഞ്ഞതുപോലെ കുടുംബസമേതമായിരിക്കും ഈ പാമ്പ് അവിടെ ഉണ്ടാവുക. അപ്പോൾ താങ്ക് യു ടി വി പ്രസാദ്. ആ ദൃശ്യങ്ങൾ ഈ കണ്ണു തുറപ്പിക്കണം അധികൃതരുടെ. എത്രയും പെട്ടെന്ന് ഈ സ്കൂളിന്റെ പരിസരം ഒന്ന് വൃത്തിയാക്കുക. അത് മാനേജ്മെന്റിനുള്ള നമ്മുടെ അഭ്യർത്ഥനയാണ്. അത് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടതാണ്. കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. വയനാട്ടിൽ നിന്ന് വന്ന വാർത്ത പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ.